എളിയ ആശംസ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഗോപിയേട്ടൻ പറയുന്നത് സ്വാഗതം കൂടി പറയണമെന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നു. വാക്കുകൾ എന്റെ വാക്കിൽ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വൃന്ദാവനത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഉമർക്കയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ഗോപി, മുൻ പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ, വയോജന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുള്ള ഈരിക്കണ്ടി, സി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, മറ്റ് ആദരിക്കുന്ന അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് സെപ്റ്റംബർ 5. അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എല്ലാം തന്നെ സി കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രദേശത്തുള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന നമ്മുടെ റിട്ടയർഡ് അധ്യാപകരെയും അധ്യാപികമാരെയുമാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. ഇവരെല്ലാം ഒരുപക്ഷെ ഈ 8ഓളം ആൾക്കാർ ഭാഗ്യവാന്മാരാണ്. അന്ന് ഇവർ ഒരു ഘട്ടത്തിൽ പഠിപ്പിച്ച കുട്ടികൾ, അവരെല്ലാം ഇവരെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ അവരെ ഒന്ന് അടിക്കാമായിരുന്നു, ശിക്ഷിക്കാമായിരുന്നു, ഒന്ന് വേദനിപ്പിക്കാം, എന്തും ചെയ്യാം. പക്ഷേ രക്ഷിതാക്കൾ തിരിഞ്ഞ് അവരോടൊരു വർത്തമാനം പറയുകയില്ല. അവരെന്തിനാണ് എൻ്റെ മകനെ അടിച്ചത് എന്ന് ചോദിക്കാൻ ഒരു രക്ഷിതാവും നമ്മളന്ന്, എന്നെല്ലാം പഠിപ്പിച്ച എൻ്റെ ബാലമാസ്റ്റർ ഉണ്ട്, എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്, കണക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. ഒരുപാട് അദ്ദേഹം അന്ന് വേദനിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നന്നായില്ലെങ്കിൽ ഏതിരുന്നാലും ആ ഘട്ടത്തിലുള്ള അധ്യാപകന്മാർ ഒരുപക്ഷെ വലിയ ഭാഗ്യവന്മാർ. ഇന്നത്തെ അധ്യാപകന്മാരുടെ അവസ്ഥയും, അവർക്കൊരു കുട്ടിയോട് കണ്ണു തുറത്തിച്ച് നോക്കിക്കൂടാ, ഒരു കുട്ടിയെ ശാസിച്ചുകൂടാ, ഒന്നും പറഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. പഠിപ്പിച്ച കുട്ടികളാണെങ്കിൽ ആ രീതിയിലുള്ള ബഹുമാനം അറിയിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭാഗ്യവാന്മാരാണ്. എനിക്ക് ഈ ഓർമ്മ വന്നത് വാട്സപ്പിലെല്ലാം തന്നെ വന്ന ഈ അടുത്ത കാലത്ത് വന്ന ഒരു കഥയാണ്. ആ കഥയിൽ അന്നുള്ള അധ്യാപകന്മാർ പറയുന്നത് പോലെ തന്നെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തപ്പോൾ 10-40 കുട്ടികൾ ഒരു വാച്ച് നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാവരും അറിഞ്ഞ ഒരു കഥയായിരിക്കാം ഇത്, പക്ഷെ കണ്ണു ചുമ്മാൻ പറഞ്ഞു. അങ്ങനെ ആ അധ്യാപകൻ ആ വാച്ച് 40 കുട്ടികളെയും പോക്കറ്റിൽ തപ്പി ഒരു വാച്ച് എടുത്തു. ആ വാച്ചെടുത്ത് അധ്യാപകൻ ഒരു നഷ്ടപ്പെട്ട കുട്ടിക്ക് വാച്ച് കൊടുത്തു. കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് അതിലൊരു കുട്ടി വലിയ സമ്പന്നനായി, കോടീശ്വരനായി. ആ കുട്ടി തിരിച്ച് ആ അധ്യാപകന്റെ വീട്ടിൽ പോയി. അന്ന് തന്നെ അപമാനിക്കാത്ത, താനാണിത് എടുത്തതെന്ന് തനിക്ക് ബോധമുള്ള ഞാൻ കോടീശ്വരനായ അയാൾ ഒരു കാറുമായിട്ട് ആ അധ്യാപകന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, എനിക്ക് എന്തിനാണ് നീ കാറ് കൊണ്ടുവന്നത്? അപ്പോൾ പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നെ ഒരു കള്ളനാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയില്ലായിരുന്നു. നിങ്ങൾ എന്നോട് ചെയ്തത് വലിയ കാര്യമാണ്. ഞാൻ ആ വാച്ച് കട്ടു, പക്ഷെ 40 കുട്ടികളുടെ ഇടയിലും നിങ്ങൾ എന്നെ കുറവാകാതെ എന്നെ ശാസിച്ചില്ല, ഒന്നും ചെയ്തില്ല. നിങ്ങൾ എല്ലാവരോടും കണ്ണു ചുമ്മാൻ പറഞ്ഞു. ആ വാച്ച് എടുത്തു. ആ വാച്ച് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ കക്ഷിക്ക് എന്നെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ കോടീശ്വരനാണ്, എൻ്റെ വകയാണ് ഈ കാറെന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപകൻ തിരിച്ചൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്, മോനെ ഞാനറിയില്ല നീയാണ് എടുത്തത്, ഞാനും അന്ന് കണ്ണു ചുമ്മിയിരുന്നു. ഞാൻ ഈ വാച്ച് എടുക്കുമ്പോൾ ഞാനും കണ്ണു ചുമ്മിയിരുന്നു. ഞാൻ നീയാണ് എടുത്തതെന്ന് അറിയില്ല വാച്ച്. കാരണം ഞാൻ അറിഞ്ഞാൽ എനിക്ക് നിന്നോടുള്ള സമീപനം ഒരുപക്ഷെ മോശമായി തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ അധ്യാപകൻ പറഞ്ഞു, ഞാനും കണ്ണു ചുമ്മിയിട്ടാണ് ആ 40 കുട്ടികളുടെ പോക്കറ്റിൽ കൈയിട്ടത്. അതുകൊണ്ട് ഈ ആ ഘട്ടത്തിലുള്ള അധ്യാപകന്മാർ അതുപോലെയുള്ള പെരുമാറ്റം കൊണ്ട് ഒരുപടി കുട്ടികളെ നന്നാക്കിയെടുക്കാൻ അധ്യാപകന്മാർക്ക് സാധിക്കും. ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ അധ്യാപകന്മാരും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അവർ 10, 30, 35 കൊല്ലം നമ്മുടെ മക്കളെ പഠിപ്പിച്ച് ഒരു രീതിയിൽ ഒരു നിലയിലെത്തിക്കാനെത്തുന്ന കഷ്ടപ്പാട് അവർക്ക് മാത്രമേ അറിയാവൂ. കുട്ടികളുടെ പല രീതിയിലുള്ള സ്വഭാവങ്ങളും ഏകോപിച്ചുകൊണ്ട്, പല സംസ്കാരങ്ങളും ഏകോപിച്ചുകൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്തുള്ള, പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള അധ്യാപകരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 8ഓളം ആൾക്കാരും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്തുള്ള ഞാനടക്കമുള്ള എല്ലാവരെയും പഠിപ്പിച്ചതും ഉയർച്ചയിലേക്ക് എത്തിച്ചതും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മഹാത്മജി ഗ്രന്ഥാലയം ഈ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ ഈ ഇനിയും ആൾക്കാർ പുറത്തുണ്ട്. ആ 5-6 ആൾക്കാർ ഇനിയും നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തുള്ള വരും
കാലങ്ങളിൽ നമുക്ക് സെപ്റ്റംബർ 5 അതുപോലെ തന്നെ ആ ഘട്ടങ്ങളിൽ ആദരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അവറുകളാണ്. ആദരിക്കേണ്ട ആൾക്കാരെ ഇവിടെ ഇരുത്തണമെന്നല്ല ഞങ്ങൾക്കറിയാം, പക്ഷേ സൗകര്യക്കുറവുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. വളരെയധികം കുറഞ്ഞ ഒരു ഏരിയ ആണ്, കാരണം ഈ സിറ്റിയിൽ തന്നെ നടത്തുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ മഹാത്മജി ഗ്രന്ഥാലയം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ ആദരവിൻ്റെ അധ്യക്ഷൻ കണ്ടോറ ഉമ്മർക്ക, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടാളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഗോപിയേട്ടൻ, മുൻ മെമ്പർ ഫാത്തിമത്ത, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖരെ, ഇവിടെ ആദരിക്കപ്പെടുന്ന എൻ്റെ ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രന്ഥാലയം ഏറ്റെടുത്ത് നടത്തേണ്ട ഏറ്റവും അമൂല്യമായ അല്ലെങ്കിൽ ഏറ്റവും വിലയർപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ മഹാത്മജി ഗ്രന്ഥാലയം സംഘടിപ്പിച്ചിരിക്കുന്നത്. അധ്യാപക ദിനമാണെന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ റിട്ടയർഡ് അധ്യാപകന്മാരായ PC ഗോപിനാഥൻ മാസ്റ്റർ, M ബാല മാസ്റ്റർ, KK ഇബ്രാഹിം മാസ്റ്റർ, NP നാരായണ മാസ്റ്റർ, ഇബ്രാഹിം കുട്ടളി മാസ്റ്റർ, നിർമ്മല ടീച്ചർ, ശോഭ ടീച്ചർ, ശാന്ത ടീച്ചർ, ഇവരെല്ലാവരെയും നിങ്ങളുടെ അത്രയൊന്നും പരിചയമില്ലെങ്കിലും എല്ലാവരെയും എനിക്കറിയാവുന്നതാണ്. ഈ പ്രദേശത്തെ കുട്ടികളെ അല്ലെങ്കിൽ കുത്താളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ മക്കളെ നല്ല കുട്ടികളായി, നേരത്തെ ഉമ്മർക്ക് പറഞ്ഞതുപോലെ പഴയകാല അധ്യാപനം എന്ന് പറയുന്നത് അധ്യാപകര് പറയുന്നത് അനുസരിക്കുകയും അതോടൊപ്പം തന്നെ അധ്യാപക രക്ഷകർത്താക്കൾ തമ്മിൽ ഒരു വലിയ ബന്ധം നിലനിൽക്കുകയും കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ഒരു ദിവസത്തിൽ ചെലവഴിക്കുന്നത് സ്കൂളുകളായതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അന്ന് നേരത്തെ ഇവിടൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അത് നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലവും നമ്മുടെ അധ്യാപകരെയും അവരെ കാണുമ്പോൾ നമ്മുടെ മുഖസ്വഭാവവും നമ്മുടെ മനസ്സിന്റെ സന്തോഷവും അവരുടെ അടുത്ത് ഇടപെടുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ അറിയാം. അന്നത്തെ ആ ഒരു ചുറ്റുപാടിൽ നിന്നും സാമൂഹിക വ്യവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിന്നും ഒക്കെ ഒരുപാട് മാറി ഇട്ടുള്ളൊരു ബന്ധമാണ് ഇന്ന് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള. അതിൽ കുട്ടികളെ കുറ്റപ്പെടുത്താനോ അധ്യാപകരെ കുറ്റപ്പെടുത്താനോ നമുക്ക് സാധ്യമല്ല, കാരണം സമൂഹം അങ്ങനെയായി തീർന്നതാണ്. അതിൽ നമ്മളൊക്കെ അതിൻ്റെ ഒക്കെ ഒരു കാരണങ്ങൾ തന്നെയാണ്. നമ്മളൊക്കെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്, കുട്ടികളെ അങ്ങനെ ആക്കുന്നതും അല്ലെ അധ്യാപകർ അങ്ങനെ ആവുന്നതും ബന്ധങ്ങൾ അങ്ങനെ ആയിപ്പോകുന്നതും. ഇന്നിപ്പം ഒരുപാട് ബുദ്ധിമുട്ടിയും ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചും ഇല്ലായ്മകളൊക്കെ അറിഞ്ഞും കഷ്ടതകളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചൊക്കെ വളർന്ന നമ്മളൊക്കെ അന്ന് എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുകയും എല്ലാം സഹിക്കാൻ തയ്യാറുള്ള ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അതൊക്കെ തരണം ചെയ്യാൻ കൽപ്പുള്ളൊരു മനസ്സുള്ളവരായിട്ട് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 90% ഉത്തരവാദിത്വം അന്നത്തെ അധ്യാപകർക്ക് തന്നെയാണ്. അവരാണ് നമ്മളെ അങ്ങനെ ആക്കി തീർത്തത്. കാരണം നമ്മൾ കണ്ണു തുറന്ന് കാണുന്നതൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അഭിമുഖീകരിക്കാനുള്ള ഒരു കൽപ്പില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അത്രത്തോളം കാഠിന്യമില്ല. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കുത്താളി പഞ്ചായത്തിൽ തന്നെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും അറിയുമെന്നുള്ള അറിയില്ല. ഒരു മരണം ഇന്നും 3-ാം വാർഡിൽ സംഭവിച്ചിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. അതൊക്കെ ദുരൂഹത നിറഞ്ഞ മരണങ്ങളാണ്. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു, നൗഫൽ, നമ്മുടെ മൊയ്തീഖാന്റെ മകന്. അവനും എങ്ങനെ മരിച്ചു എന്നുള്ളത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പഴയ അധ്യാപകരെ കാണുമ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ വളരെ സങ്കടമുണ്ട്. ഇന്നത്തെ അധ്യാപകർക്ക് അതിലേറെ ടെൻഷനാണ്. ഇന്നത്തെ സ്കൂളിൽ അധ്യാപകന്മാർക്ക് ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം ആയി കിട്ടിയാലായി എന്നാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഹൈസ്കൂളുകളിലും UP സ്കൂളിലും സംഭവിക്കുന്നത് അവർക്ക് തന്നെ പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്.
അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ റിട്ടയർഡായ അധ്യാപകരെല്ലാവരും റെഡി തന്നെയാണ്. നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ മഹാത്മജി ഗ്രന്ഥാലയം, അതിനോടനുബന്ധിച്ച് നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അധ്യാപകരായിരിക്കും അതിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ടും അതിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടും അതിലെ പ്രവർത്തകരായിട്ടും ഒക്കെ ഉണ്ടാവുക നമ്മുടെ റിട്ടയർഡ് അധ്യാപകന്മാരാണ്. ഞങ്ങൾ തന്നെ പഞ്ചായത്തിലൊരു എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും എൻ്റെ ബഹുമാന്യരായ ഇവരൊക്കെയുള്ള ആളുകളാണ്. അവർ തന്നെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിച്ച് കൊണ്ടുപോകാൻ ഏറ്റവും സമർത്ഥരും അധ്യാപകർ തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് താമസിച്ചിട്ടുണ്ട് വരെ, കാരണം ഇന്നൊക്കെ വിളിക്കുമ്പം അന്ന് രാവിലെയാണ് തീരുമാനിക്കുന്നത്. ഇന്ന് ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് 6 ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫറായി പോവുകയാണ്. 3-3.5 വർഷം ഞങ്ങൾ ഭരണസമിതി വന്ന അന്ന് മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ 6 പേര് ഒന്നിച്ച് ട്രാൻസ്ഫറായി പോവുകയാണ് നാളെ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ അവരെ വക ഞങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് തിരിച്ചങ്ങോട്ടൊരു സൽക്കാരം ഞങ്ങൾ സംഘടിപ്പിച്ചതാണ്. അപ്പൊ അത് സാധാരണ കുറേ സമയമൊക്കെ എടുക്കും, പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഒരു 3:30 ശേഷം തുടങ്ങാനും പറ്റും, കാരണം ഓഫീസ് സമയമാണ്. ഓഫീസ് സമയമൊക്കെ കഴിഞ്ഞ് 3:30 ശേഷം മാത്രമാണ് നമുക്ക് പരിപാടി സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോഴാണ് ഉമ്മർക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 4-4:45 എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് താമസിച്ച പരിപാടി തീർന്നിട്ടില്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കലും താമസിക്കാറില്ല, എപ്പോഴും നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യാറാണ്. എനിക്കൊരു വിഷമമുണ്ട്, കാരണം എന്നെ കാത്തിരിക്കുന്നത് അധ്യാപകരാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഏറെ വിഷമം. അപ്പം നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഇന്നത്തെ സമൂഹം ഈ വിധത്തിലാക്കി തീർത്ത നല്ലൊരു പ്രദേശത്ത് ഒരു 90% ആളുകളെ, കുറച്ച് പേര് നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ ആളുകളുണ്ടാവും. അത്രയും ആളുകൾക്ക് അക്ഷരങ്ങൾ കൊടുത്തു കൊടുത്ത് അവരുടെ വായനകളിൽ അകത്തേക്ക് എത്തിച്ച് അവർക്ക് അറിവ് പകർന്നു കൊടുത്ത അവരുടേതായ ഒരു അടയാളപ്പെടുത്തുകയൊക്കെ ഉണ്ടാക്കി കൊടുത്ത എൻ്റെ ബഹുമാന്യരായ മുഴുവൻ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ ക്ഷമാപണമാണ് ആദ്യമായി ചോദിക്കുന്നത്. കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ബഹുമാന്യരും നമ്മുടെ നാടിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്തവരുമായ ഈ അധ്യാപകരെ ആദരിക്കുകയാണ്. ആദരിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ വിപുലമായി ഇതിനെപ്പറ്റി ആലോചിച്ചിരുന്നില്ല. ഒട്ടേറെ ആളുകൾ ഇതുപോലെ ആദരിക്കപ്പെടേണ്ടവരായിട്ട് ഉണ്ട്. ഇനിയും ആധുനിക ഗ്രന്ഥാലയം ഇതുപോലുള്ള പരിപാടി നടത്തുന്ന അവസരത്തിൽ ചെയ്യാമെന്ന ധാരണയാണ്. ഒരു പൊതു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വായനശാലയുടെ പരിധിയിലും വായനശാലയിൽ ബന്ധപ്പെടുന്ന ആളുകളെയാണ് പെട്ടെന്ന് ഇട്ടൊരു പരിപാടി നൽകി തീരുമാനിച്ചത്. അതിനിടയ്ക്കാണ് ഗ്രാമപഞ്ചായത്തിൽ ഒരു പരിപാടി വരുന്നത്. ഗ്രാമപഞ്ചായത്ത് മെമ്പറിനെ എനിക്ക് ആരും ഒഴിഞ്ഞു വരാൻ കഴിയുമായിരുന്നില്ല. പ്രസിഡന്റും ഞാനും പരിപാടി കഴിയുമ്പോൾ നമുക്ക് പോകേണ്ടതാണ്. ഏതായാലും എല്ലാ ആളുകളോടും ക്ഷമാപണമാണ് ചോദിക്കുന്നത്. ഇനി ആധുനിക തലമുറയ്ക്ക് പോകാം. PC ഗോപിനാഥൻ മാസ്റ്ററെ ആദ്യമായി ആദരവിന് വേണ്ടി ക്ഷണിക്കുന്നു. നല്ല കയ്യടി. ഈ ഡിക്കിയിലെല്ലാം കുറെ കാലം ജോലി ചെയ്തി മാഷ് വിശദീകരിക്കാനാണ്. ഹെഡ് മാസ്റ്ററായിട്ട് കയറാമ്പോ SAUP സ്കൂളിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞ ആളാണ്. എന്നെല്ലാം പഠിപ്പിച്ച് എന്നെ അബ്ദുള്ളാനെ CK-നെയും ഗോവിനെയും എല്ലാം പഠിപ്പിച്ചില്ലേ, മുഹമ്മദ് സാഹിബിനെ ഞങ്ങളെല്ലാം പഠിപ്പിച്ചേ ഇല്ലല്ലേ. അതിലുള്ള ഏക അധ്യാപകനായിട്ട് ഇപ്പോൾ ഉള്ള ആളാണ് ഈ പ്രദേശത്ത്. അപ്പോൾ അദ്ദേഹത്തെ ആദരവ് വേണ്ടി ക്ഷണിക്കുന്നു. ഗീതയിലാണല്ലോ പറഞ്ഞത്, പക്ഷെ നമ്മളോട് ഇഷ്ടമെന്ന് വന്ന പ്രദേശക്കാരോടുള്ള പ്രവർത്തനം നടത്തുന്ന ഉറുദു അല്ലായിരുന്നു ഉറുദു അധ്യാപകൻ കൂടിയാണ്. ഫോട്ടോ അടുത്തത് സജീവമായിട്ട് വർക്ക് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിലായ ആളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഇനി അടുത്തത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് റിട്ടയർഡ് ചെയ്തത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ്. അദ്ദേഹത്തിന് ആദരവ് അടുത്തത് കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടതായിരുന്നു, സാധിച്ചില്ല. വളരെ സജീവമായിട്ട് ഈ പ്രദേശത്ത് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വിശുദ്ധൻ്റെ കൊടുക്കാൻ വേണ്ടി ടീച്ചർ ആദരവോട് ക്ഷണിക്കുന്നു. ചേരുകയും അങ്ങനെ ഒരുപടി ശിഷ്യന്മാരുള്ള ഈ അടുത്ത കാലത്ത് ഞാൻ വിദ്യാർത്ഥിയാണ്. ആദരവുള്ള ആദ്യം വരില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇന്ന് രാവിലെയാണ് കോഴിക്കോടാണ് മകളെ വീട്ടിലാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ഞാൻ 8:30 രാവിലെ വരുന്നതെന്ന് പറഞ്ഞത്. എങ്കിലും വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായി. കാരണം എന്താണെന്നറിയാം, നമ്മളെല്ലാം ഒരു അധ്യാപകനെയും കൂടി നമുക്ക് ആദരിക്കാൻ കിട്ടിയ ഒരു അവസരം, അത് വല്ലാത്തൊരു സന്തോഷത്തിലാണ്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല. അതുപോലെ നമ്മൾ ഇവിടെ 4 മണിക്കായിരുന്നു പറഞ്ഞ് കുറച്ച് ഇരുന്നതിന് ക്ഷമാപണമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ആവശ്യം നമ്മളില്ല. നമ്മൾ കണ്ട ആളുകളെല്ലാം പറഞ്ഞിരുന്നു 4 മണിക്കാണ് തുടങ്ങുന്നത്, 4 മണിക്ക് തുടങ്ങാൻ തന്നെ 4:30 ആവും. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഗോപിനാഥൻ മാസ്റ്റർ രണ്ട് വാക്ക് പറയുന്നു. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. ഈ അധ്യാപക ജോലിയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടതും അദ്ദേഹമാണെന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഈ പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലമതിക്കുന്നത് ഞാനൊരു അധ്യാപകനായി അറിയപ്പെടാനാണ്. ഈ ശമ്പളക്കുറവാണ് പ്രധാനപ്പെട്ടൊരു കാരണം. അപ്പോൾ ഒരു വലിയൊരു പ്രാധാന്യം അക്കാലത്ത് ഇല്ലായിരുന്നു. ആ കാലഘട്ടവും ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിയിൽ പ്രവേശിച്ച ശേഷം വന്ന മാറ്റങ്ങൾക്കും എനിക്ക് അനുഭവമുണ്ട്. കാരണം ഏതാണ്ട് 43 വർഷം എനിക്ക് ഈ രംഗത്ത് പരിചയമുണ്ട്. 33 കൊല്ലം ഗവൺമെൻറ് സർവീസിലും ഒരു 10 കൊല്ലം അൺഎയ്ഡഡ് സ്കൂളായിട്ട് 43 കൊല്ലം. ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അധ്യാപകരുടെ സ്ഥിതി ഇന്നിപ്പോൾ, അതും പ്രസിഡന്റ് സൂചിപ്പിച്ച് എല്ലാവരും സൂചിപ്പിച്ചു, വളരെ ടെൻഷനാണ്, സമ്മർദ്ദങ്ങളാണ്. എളുപ്പമുള്ള ജോലിയല്ല. കാരണം കുട്ടികൾ സജ്ജരായിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. എല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് സകല ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ പഠിച്ചിട്ടാണ് കുട്ടികൾ മുന്നിലിരിക്കുന്നത്. അത്രത്തോളം കഴിവ് ചില അധ്യാപകർക്ക് ഉണ്ടാവണമെന്നില്ല. ഈ ഫോണും ഇതുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് പോലീസ് മേഖലയിൽ പറയും വേണ്ട. അധ്യാപകർക്കതല്ല. റിട്ടയർ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു മാഷിൽ നിന്ന് വിളിക്കുകയും ചെയ്യാം. ആ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റുള്ളവർ പോലും ഒരു ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു പോസ്റ്റാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അതോടൊപ്പം ഞങ്ങളുടെ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ബാലൻ മാസ്റ്ററാണ്. ഇന്ന് രാവിലെയാണ് വിളിച്ചു പറയുന്നത്. ഇന്നലെ വരെ സുഖമില്ല. കോഴിക്കോട് മകളെ അടുത്താണ്, ഒരു മകൻ്റെ മകളെ അടുത്താണ് അല്ലേ. സാധാരണ സ്കൂളിലേക്ക് അങ്ങനെ കിട്ടാറില്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല. അപ്പോൾ ഇന്നെന്തോ മൂപ്പർക്ക് രാത്രി ഇങ്ങനെ നമ്മുടെ നാടിനോടുള്ള ഒരു ഇഷ്ടമെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കാം
അങ്ങനെയാണ് അദ്ദേഹം നമുക്ക് കിട്ടിയത്. ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു അദ്ദേഹത്തെ ആദരിക്കുക. വന്നത് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തന്ന ഉപകാരവും പിന്നെ ചെയ്തതിന് ഈ ഗ്രന്ഥാലയവാദികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവചരിത്ര രീതിയാണ് പറയുന്നത്. എൻ്റെ പഠനം ഞാൻ 1949 ജനിച്ചത്. അന്ന് 1955 താഴെ മാപ്പിൾ സ്കൂളിലാണ് ഞാൻ പഠനം തുടങ്ങിയത്. 5ാം ക്ലാസ് വരെയുണ്ട് താഴത്തെ സ്കൂൾ. ഞാൻ താഴത്തെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ HIUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിനുശേഷം പേരാമ്പ്ര സ്കൂളിലും പൂർവ്വ വിദ്യാർത്ഥിയാണ്. അങ്ങനെയാണ് എൻ്റെ പഠനം തുടങ്ങിയത്. ഞാൻ ഇന്ന് പേരാമ്പ്ര ഹൈസ്കൂളിൽ എൻ്റെ കൂടെ മരണപ്പെട്ട രവീന്ദ്രൻ മാസ്റ്റർ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, വിരാജമണ്ഡൽ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അങ്ങനെ ഒരു കമ്പനികൾ കൂടിയിട്ടാണ് പേരാമ്പ്ര 8 കിലോമീറ്റർ നടത്തിയിട്ടാണ് പഠിച്ചത്. ഇന്നാണെങ്കിൽ 100 മീറ്റർ പോയതിന് ആരെങ്കിലും നടന്നു പോവോ? അന്ന് വാഹന സൗകര്യമില്ല, നടന്ന് പഠിച്ച്. അതുപോലെ തന്നെ ഉച്ചക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് ചോറൊന്നും കൊണ്ടുപോയില്ല, കട്ടൻ ചായ മുറിച്ചു കുടിച്ചിട്ടാണ് അന്ന് പഠിച്ചത്. ഇന്നാണെങ്കിൽ എന്തൊക്കെ സൗകര്യം? പഠനത്തിന് പുസ്തകം, യൂണിഫോം, യാത്രാ സൗകര്യം, എല്ലാ സൗകര്യങ്ങളുള്ള പഠനമാണിപ്പോൾ. എത്ര മാറ്റം വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സമയമായിപ്പോൾ. അന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് അതിൻ്റെ ഗുണം ഇപ്പോൾ കിട്ടി. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ഒരു ബസ്സാണ് ഇതിലെ ഓടുന്നത്. ഞാൻ എൻ്റെ സ്കൂൾ പഠിപ്പിച്ച് സ്കൗട്ട് ലീഡറായി പഠിച്ച റോഷിൽ നിന്ന് ആ വിദ്യാർത്ഥി 30 ബസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇപ്പോൾ വലിയ പൈസക്കാരനായി ഇപ്പോൾ ബസ്സെല്ലാം 2 ബസ് മുക്കിയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും ഇപ്പോൾ അതിലാണ് യാത്ര ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ എനിക്ക് ഗുരുശിഷ്യ ബന്ധത്തിൽ എനിക്ക് ഉണ്ടായ ഒരു നേട്ടം. അതിന് നേർന്നുകൊണ്ട് ഞാൻ നാരായണ മാസ്റ്റർ ഈ വർഷമാണ് നമ്മുടെ ഈ വായനശാലയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് തൻ്റെ നമ്മുടെ വീട്ടിൽ വെച്ച് കുളത്തോട് അടുത്തുള്ള പൂർവാധ്യാപകരെ മാത്രം വിളിച്ചൊരു ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് അധ്യാപക ദിനത്തിലൊന്നും ഒരു ചർച്ചയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ പിന്നെ ആ വിഷയെടുക്കുന്ന അധ്യാപകനെയും കുട്ടിയൊക്കെ നേരം വല്ലാതെ മനോഹരത്തിൽ കാണാം. ഇപ്പൊ കുളത്തോടുള്ള സതീഷ് സാറിനൊക്കെ ഇപ്പോൾ അയാളെ പിന്നെ മുഖം കാണുമ്പോൾ പേടിക്കുന്ന ആളെ നമ്മളൊക്കെ ആ രൂപത്തിലേക്ക് അവരുടെ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടവും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ നേരത്തെ വർഗം സൂചിപ്പിച്ചു, പ്രായവർഷം സൂചിപ്പിച്ചു. ഇന്ന് കുട്ടികൾ വീടിന്റെ പഠിക്കുന്ന വാഹനത്തിൽ കാരണം ഒരു 5 മിനിറ്റ് പോലും നടക്കാൻ കുട്ടികൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിൽ ആവശ്യത്തിലുള്ള എല്ലാ വസ്തുക്കളും രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പഠനത്തിന് ആവശ്യമായ നോട്ട്ബുക്ക് ആയാലും പെണ്ണായാലും ഒക്കെ തന്നെ കിട്ടാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. മാസ്റ്റർ എന്ന് പറയുന്നത് ഇന്ന് സെപ്റ്റംബർ 5 ലോക അധ്യാപക ദിനമായി കൊണ്ടാടുക. നേരത്തെ ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു 1962 ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയായിരുന്ന സർവപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒരു ആഘോഷമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ ദിവസത്തെ അധ്യാപക ദിനമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം 5-ാം തീയതി അധ്യാപക ദിനമായിട്ട് കൊണ്ടാടുകയുമാണ്. അധ്യാപക ദിനം. ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ ഈസ്റ്റ് പേരാമ്പ്രയിലുള്ള മഹാത്മജി ഗ്രന്ഥാലയം നടത്തിയ പരിപാടി വളരെ നല്ലതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു അധ്യാപിക ആയതുകൊണ്ട് എനിക്ക് ആദരവ്, സ്നേഹാദരവ് ലഭിച്ചത്. ഒരു അധ്യാപനം തൊഴിലായി സ്വീകരിച്ച എനിക്ക് കുറേ കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ കുട്ടികളെ മനസ്സിലാക്കാനും ഈ പ്രദേശത്തിൽ തന്നെ മനസ്സിലാക്കാനും അവരുടെ രക്ഷിതാക്കളെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ഞാൻ സ്കൂളിൽ ചേരുമ്പോൾ കുട്ടികളുടെ ഒരു കുറവുണ്ടായിരുന്നു, കുട്ടികൾ കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരാണ് എന്നെ സഹായിച്ചത്, ഹോസ്റ്റലുണ്ടാക്കി എന്നെ ചേർത്തത്. അതിൽ അമ്മക്ക് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, ടീച്ചർ വരാൻ പറ്റുമോ വെച്ചിട്ട്. ഞാനിവിടെ ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. ഞാൻ പറഞ്ഞ എന്ത് തന്നെയായാലും ഈ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. ഈ കിഴക്കൻ പേരാമ്പ്രയിലുള്ള ഏതൊരു പരിപാടിയിലും എന്തൊരു ചടങ്ങിലും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ ഒഴിഞ്ഞു മാറുകയോ വരാതിരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളല്ല, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുള്ള എൻ്റെ ഒരു സ്വന്തം നാടായിട്ടാണ് ഞാൻ ഈ കിഴക്കൻ പേരാമ്പ്രയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു പരിപാടിയും, കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു ചടങ്ങായാലും ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഈ മഹാത്മജി ഗ്രന്ഥാലയത്തിൻ്റെ തുടക്കത്തിൽ സ്ഥാപക സമയങ്ങളിൽ ഇതിൻ്റെ ഓരോ പ്രവർത്തനവും ഉറ്റു നോക്കിക്കൊണ്ട് കണ്ടതും, അതുപോലെ തന്നെ ഇതിനു ഇവിടെ വേണ്ട പുസ്തകങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ ഞാനും കൂടി ഇതിൽ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. 2 നാളവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെ പങ്കെടുപ്പിച്ച ഈ മഹാത്മജി ഗ്രന്ഥാലയത്തിൻ്റെ സംഘാടകരോട് നന്ദി പറയാം. ഇപ്പോൾ ഈ ശോഭ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിഴക്കൻ പേരാമ്പ്ര വിട്ടിട്ടൊരു ഒന്നും ചിന്തിക്കാനില്ല. കാരണം ഇത് എനിക്ക് ഇപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്നേക്കാളും സങ്കടം എൻ്റെ ഒരു നാട്ടിൽ നിന്ന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ആ മുണ്ടക്കൈ ഉരുൾപൊട്ടലിനുള്ള ആൾക്കാർ അനുഭവിച്ച പോലെ ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരും മാത്രമാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ബാക്കി എൻ്റെ എല്ലാവരും ഞാൻ വിട്ടുപോയി. അപ്പോൾ ആരോടും മിണ്ടാനും പറയാനും ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്കുള്ള പോലെ ഒരു തോന്നലാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടുമ്പോൾ ഇവിടേക്ക് ഓടി വരാമല്ലോ. പിന്നെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പം പിന്നെ ഈ ഗ്രന്ഥാലയം ഒരു പ്രദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മുടെ ഈ മഹാത്മജി ഗ്രന്ഥാലയത്തിൻ്റെ ഒരു നല്ല ലൈബ്രറി നമുക്കുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പുസ്തകത്തിനെ പറ്റി ചോദിക്കാൻ വേണ്ടി നമ്മളെ ലൈബ്രറിയെ ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ എന്നോട് ആ കുട്ടി പറഞ്ഞത്, ടീച്ചറെ ആ പുസ്തകം ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ ഈ വായനാ മത്സരത്തിന് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ആ പുസ്തകമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഇവിടെ ഉള്ളവർക്ക് വായനാ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ടോ? അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ വായനാ മത്സരത്തിന് പങ്കെടുക്കുമെന്നൊന്നും അങ്ങനെ തോന്നുന്നില്ലാത്തതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ കുട്ടി പറഞ്ഞത്, ഞാൻ വന്നതിൻ്റെ ശേഷം ലൈബ്രറിയിൽ മത്സരത്തിന് പങ്കെടുക്കാനും മെമ്പർഷിപ്പ് എടുക്കാനും വേണ്ടി ആളുകൾ ഒരുപാട് ശ്രമിച്ചിട്ട് പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ലൈബ്രറിയുടെ ഒരു നല്ല പ്രവർത്തനത്തിന്, ഒരു നല്ല ലൈബ്രറിയൻ്റെ ഒരു നല്ല സംഘാടന പ്രവർത്തനം എപ്പോഴും ഒരു ആവശ്യമാണ്. അതുപോലെ ഒരു ലൈബ്രറിയിൽ വനിതാവേദി, ബാലവേദി, വയോജനവേദി ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ജില്ലാ ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലൈബ്രറിയുടെ ഗ്രേഡ് വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ലൈബ്രറിയുടെ ഗ്രേഡ് A ഗ്രേഡിലെത്തിക്കാൻ, നല്ലൊരു കെട്ടിടവും നല്ല പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് നല്ലൊരു നിലവാരത്തിലേക്ക്, അതായത് ഒരു A ഗ്രേഡിലേക്ക് നമ്മുടെ ലൈബ്രറിയെ എത്തിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഇതിൻ്റെ സംഘാടകരും നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഇപ്പോൾ ലൈബ്രറിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോൺ എനിക്കും ചെയ്യാം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഈ വായനശാലയിൽ പല കാര്യങ്ങളും ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്, കാഴ്ചവെച്ചിട്ടുമുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ടാണ് ഇന്ന് റിട്ടയർഡ് അധ്യാപകന്മാരെ ഇവിടെ ക്ഷണിച്ചു അവർക്കൊരു ആദരവ് കൊടുക്കുക എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഒരു നല്ല ഒരു വിദ്യാർത്ഥിയുടെ ഒരു പാഠപുസ്തകമാണ് ഒരു അധ്യാപിക എന്നത് ഏറ്റവും നല്ലൊരു അധ്യാപികയ്ക്കുള്ള അവാർഡാണ്. ഇവിടെ ശാന്ത ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ശോഭ ടീച്ചറും എല്ലാ കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാണ്, നല്ലൊരു ടീച്ചറാണ്. ഇനിയും അതുപോലെ തന്നെ
HM ഉണ്ടാകട്ടെ എന്നും നമുക്ക് സാന്ത ടീച്ചർ ശാലയ്ക്കുള്ള ഒരു നല്ലൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ സ്ഥലം നമുക്കുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ ഈ ഗ്രന്ഥാലയത്തിൻ്റെ കെട്ടിടം ഉണ്ടാക്കുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്യാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ. ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മാഡം, അധ്യക്ഷൻ കുമ്മർക്ക, പിന്നെ ഇവിടെ ആദരിക്കപ്പെട്ട PC ഗോപിനാഥൻ മാഷ്, ബാലകൃഷ്ണൻ മാഷ്, ഇബ്രാഹിം മാസ്റ്റർ, നാരായണ മാസ്റ്റർ, ഇബ്രാഹിം കുത്താലി മാസ്റ്റർ, നിർമ്മല ടീച്ചർ, ശോഭ ടീച്ചർ, ശാന്ത ടീച്ചർ, എല്ലാവർക്കും ഞാൻ മഹാത്മജി ഗ്രന്ഥാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യമായി നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ EM ബാബു സാറിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും മഹാത്മജി ഗ്രന്ഥാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.